കോൺ ഐസ്ക്രീമിന്റെ ഒരു ഷേപ്പുമായി പുറത്തിങ്ങനെ ചാടിയിരിക്കണ കാണുമ്പോൾ ഏകദേശം ഐസ്ക്രീം എന്നുള്ളൊരു ഫീലുമായിട്ടാ. ഇതിങ്ങനെ ഊരി ഇതിങ്ങനെ തുറന്ന് നോക്കാട്ടോ. നമുക്ക് എത്ര സോഫ്റ്റ് ആയിട്ട് എന്ത് രസമായിട്ടല്ലേ. എനിക്ക് എന്റെ കയ്യിൽ തന്നെ ഇരിക്കേണ്ട അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ. ശർക്കര ഉരുക്കിയതിനേക്കാളും എത്രയോ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ പാനി. ഒരു രക്ഷയില്ല, അപ്പാറ് ടേസ്റ്റ് ആണ്. അപ്പൊ ചിയേഴ്സ്. അപ്പളേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കുമ്പിളാണ്, അല്ലെങ്കിൽ ചക്ക അപ്പം എന്ത് വേണമെങ്കിലും പറയാം. അതായത് നമ്മൾ ഐസ്ക്രീം കോൺ വരെ കുട്ടികളെ പറ്റിക്കാനുള്ള ഒരു സൂത്രമാണ് കേട്ടോ. 4 മണിക്ക് അവർ സ്കൂൾ വിട്ട് വരുമ്പം ഒരു വയറ് നിറയുകയും ചെയ്യണം. അവർക്ക് എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ ലാഞ്ചന ഉണ്ടെങ്കിൽ അതൊക്കെ മാറണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമായിരിക്കണം. അങ്ങനെയുള്ളൊരു പലഹാരമാണ്. അടിപൊളിയാണ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഏറ്റവും ശുദ്ധമായിട്ടുള്ള നറുനെയ്യ് ഞാൻ എടുക്കുകയാണ്. നമ്മൾ നെയ്യിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണ് നറുനെയ്യ് നമ്മൾ ഒഴിച്ചു. തേനിലിട്ട് സൂക്ഷിച്ച നമ്മുടെ ചക്കപ്പഴം അത് ഞാൻ നെയ്യിലോട്ട് അങ്ങോട്ട് ഇടുവാണേ. നമുക്കിപ്പോ ചക്കയുടെ കാലം കഴിഞ്ഞിട്ടില്ല കേട്ടോ, മഴ പെയ്താലും. അപ്പൊ നമ്മള് പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ നേരെ പഴുത്ത ചക്ക തന്നെ എടുത്താൽ മതി കേട്ടോ. ഇതെന്റെ കഴിഞ്ഞ വർഷത്തെ ചക്ക കുറച്ച് ബാക്കിയിരുന്നതാണ്. ഈ വർഷത്തെ ചക്ക അണിയറയിൽ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ദാ എന്താണെങ്കിലും ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ആണെങ്കിലും ഈ വർഷത്തെ ആണെങ്കിലും ചക്കതയെ നമ്മൾ നന്നായിട്ടൊന്ന് ഒരുപാട് വരട്ടേണ്ട കാര്യമില്ല കേട്ടോ. കാരണം നമ്മളിത് കുറച്ച് ഫ്രഷ് ആയിട്ടിരിക്കണം. ഓൾറെഡി തേനിലിട്ട് വെച്ചിട്ട് ഒന്ന് മങ്ങി. അപ്പൊ അതാ അധികം വഴട്ടണ്ട. സാധാരണ നമ്മള് ശർക്കര പാനിയാണ് ഒഴിക്കുക അല്ലെ. ഇത്തവണ ഞാൻ ശർക്കര പാനിയല്ല ഒഴിച്ചത്, നമ്മുടെ പാനിയാണ് ഒഴിച്ചത്. അതായത് നമ്മൾ പഴവും പാനിയും വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. അതിൻ്റെ അകത്തെ പാനി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് ഉരുക്കി നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് അതാണ് ഒഴിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ പാനി ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്താ ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ ശർക്കര പാനി അരിച്ച് ആ പാനിയിലിട്ടതൊന്ന് കുറുക്കണം. അപ്പൊ നമ്മുടെ ചക്ക വരട്ടിയത് അലുവ തോക്കും ചക്ക വരട്ടിയത്. പന്നമ്മ കൈ കിട്ടിയതൊക്കെ ഇടുകയാണോ എന്നുള്ള ചോദ്യത്തിന് യെസ് എന്ന് തന്നെയാണ് മറുപടി. നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നമുക്കിടാം. നമ്മൾ ശരിക്കും ഉണ്ടാക്കുന്നത് കുമ്പളപ്പം അല്ല കേട്ടോ, ജാക്ക് ഫ്രൂട്ട് ഡംപ്ലിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ചക്ക ഉള്ളിൽ നിറച്ച അപ്പെന്നോ എന്ത് വേണമെങ്കിലും പറയാം. കുമ്പളപ്പം ഇങ്ങനെയല്ല, അത് വേറെയാണ്. നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാത്തവരൊന്ന് കാണുക കേട്ടോ. കുമ്പളപ്പത്തിന്റെ വീഡിയോ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഭയങ്കര വിവാദമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഓർമ്മയുണ്ടോ? എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് ക്യാമറാമാൻ സൗണ്ട് ഓഫ് ചെയ്തിട്ട് ഞാൻ കരഞ്ഞ് വിളിച്ചൊരു വീഡിയോ ചെയ്തിട്ടില്ലേ? അത് കാണാത്തവരുണ്ടെങ്കിൽ കാണും. ഇപ്പൊ ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ ഞാൻ അത് എന്ത് ചെയ്തെന്നറിയോ, പ്രൈവറ്റ് ആക്കി വെച്ച നാണക്കേടും കൊണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ നമുക്ക് അത്യാവശ്യമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ തേങ്ങ ഞാനിപ്പോൾ ഇടുവാണേ. ഞാൻ ഒരു തേങ്ങ ഞാൻ ചുരണ്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് ഏകദേശം ഒരു പാകം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കുകയോ ചേർക്കുകയോ ഒക്കെ ചെയ്യാം. വഴട്ടവും പിടിക്കൊന്നും വേണ്ട, ജസ്റ്റ് എല്ലാം ഒന്ന് എന്താ പറയാ, വെള്ളം വറ്റി ഒന്ന് കുഴഞ്ഞു വന്നാൽ മതി കേട്ടോ. കാരണം അതിനൊക്കെ വേണ്ടി ഒരു മുറുക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചക്ക വരട്ടിയതൊക്കെ ഇട്ടത്. ഇനി നമുക്ക് വേണ്ടത് ഇതാ നമ്മുടെ ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ ഞാൻ അങ്ങോട്ട് ഇട്ടേ. അപ്പൊ ചുക്കുപൊടി ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഇടുകയാണ്. ഈ മഴക്കാലത്ത് ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ പ്രത്യേകിച്ചും ചുക്കുപൊടി നല്ലതാണ്, വയറിനൊന്നും ഒരു കേടാവാതിരിക്കാൻ. പ്രത്യേകിച്ചും ചക്ക പോലെയുള്ള വിഭവങ്ങൾ കഴിക്കുമ്പം ഗ്യാസ് വരാതിരിക്കാനും നല്ലതാണ്. ഇനി വേണ്ടത് നമ്മൾ പഴം പാനിയിൽ ഉണ്ടാക്കിയ പാനി ഉണ്ടല്ലോ, ആ പാനി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണ്. അപ്പൊ ഞാൻ ആ പാനി ഉണ്ടാക്കിയത് പനം കൽക്കണ്ടം കൊണ്ടാണ് കേട്ടോ, പഞ്ചസാര കൊണ്ടല്ല. പനം കൽക്കണ്ടം അറിയാലോ അല്ലെ, കഫക്കെട്ട് ഉണ്ടാവാതിരിക്കാനൊക്കെയുള്ള ബെസ്റ്റ് സാധനമാണ്. അപ്പൊ നമുക്ക് ഇനി ഒന്ന് ടേസ്റ്റ് നോക്കണേ. അത്ര ആർഭാടമായിട്ട് നോക്കുന്നില്ല കേട്ടോ, മധുരമല്ലേ. മധുരം നിന്നിട്ട് 15 ദിവസം കഴിഞ്ഞു. അതുകൊണ്ട് ഒരു സ്പൂണ് വായിൽ ചെന്നപ്പോഴേ എന്നാ രുചിയാ. എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. സത്യത്തിൽ ഇത് അടയൊന്നും ഉണ്ടാക്കണ്ട, ഇത് തന്നെ വാരി തിന്നാലും ഓക്കെയാണ്. ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പൊ ഇത് വരട്ടി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിന്റെ ഡോ ഉണ്ടാക്കാം. ഡോ അല്ലല്ലോ, അതിന്റെ മാവ് ഉണ്ടാക്കാം. ഓക്കെ, നല്ല പത്തിരിപ്പൊടി നല്ല തിളച്ച വെള്ളത്തില് കുഴച്ച് അതിൻ്റെ അകത്തൊരു അല്പം പാകത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കുഴച്ചതാണ് ഈ മാവ്. ഈ മാവ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, പക്ഷെ കയ്യിലങ്ങനെ അധികം ഒട്ടിപ്പിടിക്കാനും പറ്റില്ല. എന്നിട്ട് നമ്മളിതേ വയനയില ഉള്ളവർക്ക് വയനയില എടുക്കാം, ഇല്ലാത്തവർക്ക് നമ്മുടെ സ്വന്തം എന്തെടുക്കാം, പ്ലാവല എടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഐസ്ക്രീം ഇല്ലേ, ഐസ്ക്രീം ഇറക്കണ പോലെ ഇറക്കണം. ഐസ്ക്രീമിന്റെ കോണ് പോലെ വളരെ നൈസായിട്ട്. കൈ ഒട്ടുക എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പച്ചവെള്ളമോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ വെച്ചിട്ട് ആക്കിയാൽ മതി കേട്ടോ. കുറച്ച് നെയ്യ് ഇങ്ങനെ തടവ് കൂടെയാണ്, അപ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് കുത്തി ഇറക്കണം. നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ കൂട്ട് പായ പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചത് ആവശ്യത്തിന്. നമ്മുടെ കോൺ ഐസ്ക്രീം പോലെ കോണിൻ്റെ മുകളിൽ വെച്ച്
ഇങ്ങനെ മൂടി സെറ്റാക്കാം. ഇപ്പം ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് കൃത്യമായിട്ട് ഇതിങ്ങനെ അടുക്കി അടുക്കി വെക്കാം. അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞു. ഞാൻ ഒന്ന് തുറന്ന് നോക്കുവാണേ, ആവി കൈ വീഴാതെ. തിളച്ച ചൂടാണ്. ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തിന്ന് നോക്കാം. കോൺ ഐസ്ക്രീമിന്റെ ഒരു ഷേപ്പുമായി പുറത്തിങ്ങനെ ചാടിയിരിക്കുന്ന കാണുമ്പോൾ ഏകദേശം ഐസ്ക്രീം എന്നുള്ളൊരു ഫീലും ആയിട്ടാ. കണ്ടോ, ഇതിങ്ങനെ ഊരി ഇതിങ്ങനെ തുറന്ന് നോക്കാട്ടോ. നമുക്ക് എത്ര സോഫ്റ്റ് ആയിട്ട്, എന്ത് രസമായിട്ടല്ലേ. എനിക്ക് എന്റെ കയ്യിൽ തന്നെ ഇരിക്കേണ്ട അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ. അരി കുഴയ്ക്കുന്നതിന്റെ ഒരു പരുവാണ് കേട്ടോ ഇത്രയും സോഫ്റ്റ് ആകാൻ കാര്യം. പിന്നെ നല്ല പത്തിരിപ്പൊടിയാണ്. തിന്ന് നോക്കുമല്ലേ, കൊതി വന്നിട്ടും വയ്യ. ശർക്കര ഉരുക്കിയതിനേക്കാളും എത്രയോ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ പാനി. ഒരു രക്ഷയില്ല, അപാര ടേസ്റ്റ് ആണ്. നാവിൽ വെച്ച് അലിഞ്ഞു പോകൂട്ടാണ്. മധുരം ഇഷ്ടമില്ല എന്ന് തോന്നുന്നവർക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് ചിക്കനും മറ്റു മസാലകളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ അട പോലെ അല്ലെങ്കിൽ ചിക്കൻ പോപ്കോൺ പോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്താണോ നമ്മുടെ വീട്ടിൽ, ഇനിയിപ്പോൾ ചിക്കൻ കഴിക്കാത്തവർക്ക് നമുക്ക് അതിന് പകരം പനീറും വെജിറ്റബിളും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കോൺ ഉണ്ടാക്കാം. ഒരെണ്ണം തന്നിട്ട് എൻ്റെ ഒട്ടും കൊതി മാറിയിട്ടില്ല. പക്ഷെ നമുക്കിപ്പോൾ ഡയറ്റ് ആയതുകൊണ്ടും ഒരുപാട് കഴിക്കേണ്ട എന്നുള്ളതുകൊണ്ടും തൽക്കാലം ഞാൻ നിൽക്കുകയാണ്. സത്യം പറയുന്നത് മൊത്തം കിട്ടിയാലും തിന്നും. മഴക്കാലത്ത് ചക്ക നല്ലൊരു പ്രശ്നം, പെട്ടെന്ന് ഗ്യാസ് വരും, ചിലപ്പോൾ വയറുവേദന വരും. അതില്ലാതിരിക്കാനുള്ള ഒരു ചെറിയ ടിപ്പാണ്, ചക്കപ്പഴമാണെങ്കിലും പച്ചയാണെങ്കിലും പുഴുക്കാണെങ്കിലും ചക്കക്കുരു ആണെങ്കിലും കഴിച്ചു കഴിഞ്ഞ് നല്ല ഇളം ചൂട് അല്ല, അത്യാവശ്യം നല്ല ചൂടുള്ള കട്ടൻ കാപ്പി, മധുരം ഇല്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല, മധുരം ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല, മധുരം ഇല്ലാത്തതാണെങ്കിൽ ഒന്നും കൂടെ നല്ലത് കട്ടൻ കാപ്പി അല്ലെങ്കിൽ കട്ടൻ ചായ ഉണ്ടാക്കുമ്പം അല്പം ഇഞ്ചി ചതച്ചിട്ട് ഉണ്ടാക്കുക. ജിഞ്ചർ ടീ അല്ലെങ്കിൽ ജിഞ്ചർ കോഫി അതിൻ്റെ മുകളിൽ കുറച്ച് കഴിക്കുക. അപ്പൊ നമ്മുടെ വയറിനൊരു കുഴപ്പമുണ്ടാവില്ല, നമുക്ക് ചക്കേനെ ഉപേക്ഷിക്കുകയും വേണ്ട. ഐഡിയ കൊള്ളാം അല്ലേ? അപ്പൊ ചിയേഴ്സ്. അപ്പൊ അടുത്തൊരു നാടൻ വീഡിയോ ആയിട്ട് വരുന്ന വേണേ നിങ്ങളുടെ സ്വന്തം അന്നമ്മ.